Hi, hello and welcome back to our channel, My Cooking Stories. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റ് ആണ്. കാടമുട്ട വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനു വേണ്ടി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 2 സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി സവോള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒക്കെ ഒരു പച്ചമണം പോകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സവോള ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കളർ മാറി തുടങ്ങുമ്പോഴേക്കും നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ ഒരു റോസ് സ്മെല്ല് മാറിയതിന് ശേഷം ഞാനിപ്പോൾ ഇതൊരു 250 ഗ്രാം മിൻസ്ഡ് ബീഫാണ് അതിലേക്ക് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ നോർമലി ഉള്ള ബീഫാണെങ്കിൽ അത് കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞളും ഇട്ട് ഒന്ന് വേവിച്ചിട്ട് നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക. എന്നിട്ട് അത് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പൊടികളും ഈ ബീഫും എല്ലാം നന്നായിട്ടൊന്ന് ഒരു മസാല പോലെ ആയിട്ട് വരും. ഇനി ഞാൻ ഇതിലേക്ക് 2 അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചിട്ട് ഉടച്ചതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് കട്ട്ലേറ്റിന് വേണ്ടി ബോളാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാടമുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. കുറച്ച് കയ്യിൽ കുറച്ചൊന്ന് എണ്ണ എന്തെങ്കിലും കയ്യിൽ തടവി കൊടുക്കാം. എന്നിട്ട് ചെറിയൊരു ബോൾ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്യാം. നടുഭാഗത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഈ കാടമുട്ട ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ കാടമുട്ട പുറത്ത് കാണാത്ത രീതിയിൽ നമുക്കിത് ബോളായിട്ടൊന്ന് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ ബോൾസാക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നോർമലി കട്ട്ലേറ്റിനൊക്കെ ചെയ്യുന്ന പോലെ ഇത് ഓരോന്നായി ആദ്യം മുട്ടയിലും അതുപോലെ ബ്രെഡ് ക്രംസിലും ഒന്ന് മുക്കി എടുത്തിട്ട് നമുക്ക് വെക്കാം.
ഇനി ഇത് നന്നായിട്ട് ചൂടായ എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു സൈഡ് ഫ്രൈ ആയതിനു ശേഷം തിരിച്ചിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ട കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബീഫിന് പകരം ചിക്കനും വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ നോർമലി എപ്പോഴും ഉണ്ടാക്കുന്ന ചിക്കൻ കട്ട്ലറ്റും ബീഫ് കട്ട്ലറ്റിലും നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്